പത്തനംതിട്ടയിൽ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി പ്രതീക്ഷിച്ചതുപോലെ കള്ളവോട്ട് ചെയ്യാൻ CPM-ന് കഴിഞ്ഞില്ല. ഇതാണ് വോട്ടിംഗ് ശതമാനം കുറയാൻ കാരണം. NDA സ്ഥാനാർത്ഥിയെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വോട്ടർ വോട്ട് ചെയ്തിട്ടില്ലെന്നും ആന്റോ ആന്റണി പറഞ്ഞു. 309ഓളം ഈ ബാങ്കുകളിലും മറ്റ് തെരഞ്ഞെടുപ്പുകളിലും കള്ളവോട്ട് ചെയ്യുന്ന സംഘത്തെ പാർട്ടി ഔദ്യോഗികമായി വിളിച്ചു ചേർത്ത് ആ യോഗത്തിൽ പറഞ്ഞാൽ നമ്മൾ ശ്രമിച്ചാൽ 1 ലക്ഷം കള്ളവോട്ട് നമുക്ക് ചെയ്യാൻ കഴിയുമെന്നാണ്. കാരണം പ്രവാസികൾ, ജോലിയായി പുറത്തുള്ളവർ, വോട്ട് ചെയ്യാൻ കഴിയാത്തവർ, ഇവരുടെ എല്ലാം കള്ളവോട്ട് ചെയ്യാൻ കഴിയുമെന്നാണ്. പക്ഷേ അതിനുവേണ്ടിയാണ് ഈ 85% ഇടതുപക്ഷക്കാരെ കുത്തി നിറച്ച ഒരു പോളിംഗ് ഓഫീസേഴ്സിന്റെ ലിസ്റ്റായിരുന്നു. ആ ലിസ്റ്റ് ഓർത്തി പാർട്ടിക്ക് കൊടുത്ത പാർട്ടി അതാത് സ്ഥലങ്ങളിൽ കൊടുത്ത് നിങ്ങൾക്ക് ഈ ബൂത്തുകളിൽ ചെന്നാൽ കള്ളവോട്ട് ചെയ്യാമെന്നുള്ള മെസ്സേജാണ് കൊടുത്തത്. പക്ഷേ ചോർത്തി കൊടുത്തവൻ സർവീസിൽ നിന്ന് പുറത്തു പോയതോടെ ഉദ്യോഗസ്ഥന്മാർക്ക് ഭയപ്പാടുണ്ടായി. അതുകൊണ്ട് ഉദ്ദേശിച്ച പോലെ കള്ളവോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ നഷ്ടം. അതുമാത്രമല്ല, ഈ EP ജയരാജൻ BJP-യുമായി CPM-ഉം BJP-യുമായി ഡീൽ ഉറപ്പിച്ചു വന്ന വാർത്ത വന്നതിന് ശേഷം ഉച്ച കഴിഞ്ഞ് ഒരു ബൂത്തിലും ഇടതുപക്ഷക്കാരെ കണ്ടിട്ടില്ല. ഒരു ആദർശമുള്ള ഒരു തത്വസംഹിതയുടെ പേര് കമ്മ്യൂണിസത്തിൽ നിന്ന് മുഴുവൻ ആളുകളും വോട്ട് ചെയ്യാതെ വീട്ടിൽ കയറി. വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിന്റെ കാര്യം അതാണ്. അതുപോലെ സ്ഥാനാർത്ഥിത്വത്തിലുള്ള പരാതി, സ്ഥാനാർത്ഥിയെ ഉൾക്കൊള്ളാൻ കഴിയാതെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരാത്ത നിരവധി BJP-ക്കാരുണ്ട്. വോട്ടിംഗ് ശതമാനത്തിന്റെ ഒരു കുറവ് ഈ 2 കാരണങ്ങളാണ്.